കാക്കയംചാൽ വളവിലെ അപകട സാധ്യത ഒഴിവാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷന് പരാതി. സെന്റ് മേരീസ് സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷയെ കരുതി റോഡിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം. ചെറുപുഴ പെരിങ്ങോം റൂട്ടിലെ കാക്കയംചാൽ വളവിൽ മഴക്കാലമായതോടെ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഓവുചാലില്ലാത്തതിനാൽ മഴവെള്ളം കുത്തിയൊലിച്ചെത്തി റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്ത് ഭാഗികമായി ഉണ്ടായിരുന്ന ഓവുചാലിൻ്റെ സ്ലാബ് തകർന്ന് ഓവുചാൽ പൂർണ്ണമായും മൂടി. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനടയാത്രക്കാർക്ക് ഒതുങ്ങി നിൽക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല. മറുഭാഗത്ത് ഓവുചാലില്ലാത്തതിനാൽ മണ്ണും കല്ലും റോഡിലാണ് അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഈ ഭാഗത്ത് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. 1000-ലേറെ കുട്ടികൾ പഠിക്കുന്ന സെന്റ് മേരീസ് സ്കൂളിന് മുന്നിലാണ് റോഡിൻ്റെ ഈ ദയനീയ സ്ഥിതി. ഓരോ തവണ മഴ പെയ്യുമ്പോഴും ഇവിടെയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും ചെളിമണ്ണ് ഒഴുകിയെത്തും. ഈ ഭാഗത്ത് കുട്ടികൾ ബസ് കാത്തു നിൽക്കുന്നത് ഏറെ ഭയപ്പാടോടെയാണ്. റോഡിൽ പതിയിരിക്കുന്ന അപകട സാധ്യതയെക്കുറിച്ച് പലതവണ അധികൃതരെ അറിയിച്ചിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. വലിയ ദുരന്തത്തിന് കാത്തിരിക്കാതെ റോഡിലെ അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് സ്കൂൾ അധികൃതരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. നമ്മുടെ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ഏകദേശം 800ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. ഇവിടെ നമുക്ക് സ്കൂൾ ബസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഈ കുട്ടികൾ യാത്ര ചെയ്ത് പോകുന്നത് കാൽനടയായിട്ടും ഇവിടെ ലൈൻ ബസ്സിനും കയറിയിട്ടാണ് യാത്ര ചെയ്യുക. സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നടന്നു വരാൻ വരെ സൗകര്യമില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒരു മഴയുള്ള സമയത്താണെങ്കിൽ കുട്ടികൾക്ക് നടന്നു പോകാനോ റോഡ് ക്രോസ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയും കൂടെ ഇവിടെയുണ്ട്. കാരണം ഇവിടെ നിന്നും വലിയ പുഴ ഒഴുകുന്നതിനേക്കാൾ വലിയ ശക്തിയിലാണ് ഇവിടുന്ന് വെള്ളം റോഡ് ക്രോസ് ചെയ്ത് ഒഴുകുക. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഇതിലേക്കൂടെ നടന്നു പോകാനോ അവിടെ ആ കടയിലൊക്കെ ചെന്ന് സാധനങ്ങൾ മേടിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ഓവുചാല് അടഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഈ വെള്ളം മുഴുവൻ റോഡിൽ കൂടി കയറിയാണ് ഒഴുകുക. അപ്പോൾ ഇവിടെ പലതവണ അപകടങ്ങൾ സംഭവിച്ചതാണ്. ഈ ചരലിങ്ങനെ റോഡിലിങ്ങനെ മൂടിക്കിടക്കുന്നതുകൊണ്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് വാഹനങ്ങൾ സ്പീഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് പിടിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയും കുട്ടികളെ തന്നെ അത് വന്ന് ഇടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല തവണ അപകടങ്ങൾ നടന്നൊരു സ്ഥലമാണ്. പലതവണ പലരോടും നമ്മൾ പരാതിപ്പെട്ടെങ്കിലും കുട്ടികളുടെ സുരക്ഷയെ പരിഗണിച്ചുകൊണ്ട് നമ്മളിത് പരാതിപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ വർഷമെങ്കിലും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായിട്ടില്ല എങ്കിൽ ഇവിടെ പല അപകടങ്ങളും നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണമെന്നാണ് നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പറയാനായിട്ടുള്ളത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗത്ത് ഓട്ടോ ഓടിക്കുന്നത് ഓട്ടത്തൊഴിലാളിയാണ്. അപ്പം നിരന്തരമായിട്ടും പിള്ളേരുടെ അവസ്ഥയും അതുപോലെ വാഹനങ്ങൾ വന്നിട്ട് സൈഡ് കൊടുക്കാൻ പോലും അല്ലാണ്ട് ഇത് വാഹനം വരുമ്പോഴത്തേക്കും നമ്മളെയൊക്കെ വണ്ടി മൂടിപ്പോകത്ത രീതിയിലാണ് വെള്ളം തീർച്ചുകൊണ്ടിരിക്കുന്നത്. അതേ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അത് ഞങ്ങൾ പലവട്ടം മുകളിലേക്കും പഞ്ചായത്തും അതെല്ലാം പരാതി വെച്ചെങ്കിലും ഇന്നേവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. അതുപോലെ വികസന സമിതിയിൽ പോലും ഈ വിഷയം അവതരിപ്പിച്ചാണ്. അപ്പോൾ ചെറുപുഴയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത്. വന്ന് നോക്കിക്കഴിയുമ്പോൾ അറിയാം, ഈ ഓരോ വെള്ളം മുഴുവൻ പിള്ളേർ കയറി ഒഴുകി നമ്മുടെ വണ്ടിയൊക്കെ മുഴുവൻ ചെളിയൊരുപ്പിച്ചാണ് മറ്റുള്ള വാഹനങ്ങൾ കയറിക്കുന്നത്. പിള്ളേരൊക്കെ വന്ന് നിൽക്കുമ്പോൾ പിള്ളേരെ മുഴുവൻ ചെളിയൊരുപ്പിച്ച് വളരെ ഒരു അവസ്ഥയാണ് വീട്ടിലേക്ക് പോകുന്നത്. അതേ അവസ്ഥയാണ്, ഭീകരമായ ഒരു അവസ്ഥയാണ്. അപകടം നടക്കുമ്പോൾ നമ്മളൊക്കെയാണ് വണ്ടിക്ക് വന്ന് വെച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അതേ അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതിന് തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അടിയന്തരമായ നടപടി തന്നെ എടുക്കുന്നതാണ് നമുക്കായിട്ട് പറയാം. മഴ പെയ്യുമ്പം മുഴുവനായിട്ട് വെള്ളം മുഴുവനും ഈ റോട്ടിൽ കൂടെ നിരന്നാണ് ഒഴുകുന്നത്. അതുപോലെ തന്നെ മിറ്റിലെല്ലാം ഇങ്ങനെ ഇപ്പോൾ നോക്കിയാൽ കാണാം, മിറ്റിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് വാഹനങ്ങൾ വന്ന് തെന്നിപ്പോയി അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഈ എത്രയും വേഗം ഇതൊന്നും റെഡിയാക്കിയില്ലെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ അപകടങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണേണ്ടതായിട്ട് വരും. പതിവായി ഇത് മഴ പെയ്യുന്ന സമയത്ത് ഈ ഓവുചാലിലൂടെ കുത്തി ഒഴുകി വെള്ളം പോകുന്നൊരവസ്ഥയാണോ ഉള്ളത്? കുത്തി ഒഴുകി വെള്ളം പോരുന്നുണ്ട്. അതുപോലെ ആ സൈഡിലാണെങ്കിലും ചെറിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡാക്കുന്ന വണ്ടികൾ അങ്ങോട്ട് ചെരിഞ്ഞ് വീഴുന്ന അവസ്ഥകളും അതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച മുമ്പാണെങ്കിൽ ഒരു സ്കൂട്ടിയിൽ വന്ന ആൾക്കാർ ഇവിടെ ഈ തൊട്ട് താഴെ തന്നെ തെന്നി വന്ന് വീഴുന്നു. ഇങ്ങനെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്ന ഒരു സംഭവം. അതുപോലെ ഞങ്ങൾക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഈ ചെറിയ ഇവിടെ നീറ്റലൊക്കെ ഇങ്ങനെ തെറിച്ച് വീണ് വണ്ടികൾക്ക് കേടുപാട് പറ്റുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നമ്മുടെ ആവശ്യം. കുണ്ടന്തടം മുതൽ കാക്കയംചാൽ വരെയുള്ള റോഡിലെ ഇറക്കവും വളവും നിരവധി അപകടങ്ങൾക്കാണ് കാരണമായിട്ടുള്ളത്. അപകടം ഒഴിവാക്കാൻ പലതവണ പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും ഒന്നും നടപ്പായില്ല. ഒടുവിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.
പാല രാമപുരം മാർ അഗസ്ത്യോസ് കോളേജിൽ ആധുനിക തൊഴിൽ മേഖലകളിലേക്ക് സാധ്യതകൾ തുറന്നു നൽകുന്ന പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തി നവീകരിച്ച കൊമേഴ്സ്, BBA, BCA, ഇലക്ട്രോണിക്സ് വിത്ത് കമ്പ്യൂട്ടർ ടെക്നോളജീസ്, ബയോടെക്നോളജി, ഇംഗ്ലീഷ്, സോഷ്യൽ വർക്ക് എന്നീ വിഷയങ്ങളിൽ ഡിഗ്രി, PG പ്രോഗ്രാമുകൾക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ, IADC സെന്റർ, ടാലി അക്കാദമി, മ്യൂലേൺ എന്നീ സെന്ററുകൾ വഴി മികച്ച തൊഴിൽ പരിശീലനത്തിലൂടെ എല്ലാ വിദ്യാർത്ഥികൾക്കും തൊഴിലവസരങ്ങൾ ഒരുക്കുന്നു. NAC A ഗ്രേഡ് വിത്ത് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള മാർ അഗസ്ത്യോസ് കോളേജിൽ അഡ്മിഷനായി വിളിക്കൂ 82 81 25 79 11.